ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ ഈ പാലക്കാട് മാത്രമല്ല CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായ ജില്ലകളിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ് CPM. ഒന്ന് അങ്ങയുടെ ജില്ലയിൽ തന്നെ ജി സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നങ്ങളുണ്ട്. കണ്ണൂരിൽ KK ശൈലജയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ CPM-നെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വരാൻ പോകുകയാണ്. വലിയ പ്രതിരോധത്തിലേക്ക് പാർട്ടി പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ? നിശ്ചയമായും നമ്മുടെ വിഷയം, പ്രധാനപ്പെട്ട വിഷയം അതല്ലല്ലോ, പാലക്കാട് ആണല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ജനാധിപത്യ കൂട്ടായ്മ എന്നല്ലേ പറഞ്ഞത്? വളരെ ചുരുക്കി എല്ലാവരിലേക്കും ഒന്ന് പോകേണ്ടതുണ്ട്. ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ ഇവിടെ സതീഷ് ഇരിക്കുന്നത്, സതീഷ് ഇവിടെ ഉള്ളത് അല്ല. എൻ്റെ ആലപ്പുഴയിലേക്ക് അത് തളച്ചിടാൻ നോക്കിയാൽ ആ കാര്യം പറയാൻ പറ്റില്ല. ഏത് കാര്യം പറയണം താങ്കൾ തീരുമാനിച്ചാൽ മതി. അല്ല, പാർട്ടി മൊത്തത്തിലൊരു പ്രതിസന്ധി ഈ ഞാൻ ഉയർത്തിക്കാട്ടിയ ഈ ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നതല്ലേ കാണേണ്ടത്? വിചിത്രമാണ്. കാരണം ഇവിടെ ഇരുന്ന് തന്നെ ജനാധിപത്യ കൂട്ടായ്മയുടെ പ്രതിനിധി ഇവിടെ ഇരുന്ന് എന്താണ് പറയുന്നത്? ഈ പറയുന്നതെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ശശിയെ സസ്പെൻഡ് ചെയ്തിട്ടില്ല 2018 മാർച്ചിൽ. അതിനുശേഷം അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ജില്ലാ കമ്മിറ്റി അംഗമായി തരം താഴ്ത്തിയിട്ടില്ല. 2022 മുതലുള്ള പ്രശ്നങ്ങൾ, അതൊന്നും പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. 2024 നവംബറിൽ അദ്ദേഹത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയിട്ടില്ല. ഇതൊക്കെ വെറുതെ ആരോപിക്കുന്നതാണെന്ന്. ഞാനിവിടെ വന്നിരുന്ന് എനിക്ക് എന്തോ തലയ്ക്ക് ഓളം കയറിയിട്ട് ഞാനിവിടെ വന്ന് ആരോപിക്കുന്ന മാത്രമാണ് ഇതൊക്കെ. ഇതാണല്ലോ ഇപ്പോൾ അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ആരോടാണ് ഇതൊക്കെ ഇങ്ങനെ സമർത്ഥിക്കുന്നത്? ഒരു പാർട്ടി ആയാൽ ഈ CPIM എന്നല്ല, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും അച്ചടക്ക നടപടിയുണ്ട്. CPIM-നെ സംബന്ധിച്ച് പിന്നെ പാർട്ടിക്കകത്തെ ശാസന, പരസ്യന, സസ്പെൻഷൻ, പുറത്താക്കൽ, അങ്ങനെയുള്ള ഓരോ ഘട്ടം നടപടിയും വരുന്നത്. അതുകൊണ്ട് പുറത്താക്കിയില്ല എന്ന ചോദ്യത്തിന് എന്താണ് മറുപടി പറയാൻ പറ്റുന്നത്? ഇന്നലെ ഇത് നടത്തിയതുകൊണ്ടാണോ, ചന്ദ്രനാഥൻ പ്രസംഗിച്ചുകൊണ്ടാണ് പുറത്താക്കിയത്? അതെ, അതിന് മുമ്പ് തന്നെ നടത്തുന്നുണ്ടായിരുന്നല്ലോ. രമേശ് ചെന്നിത്തലയായിട്ടും പിന്നെ മറ്റ് കോൺഗ്രസ് നേതാക്കളുമായിട്ടും ഒക്കെ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളൊക്കെ ഉണ്ട്. ഡേറ്റ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. അത് പറയാൻ അല്ല ഞാനിവിടെ വന്നിരിക്കുന്നതുകൊണ്ട് അത് പറയുന്നില്ല. പിന്നെ ഈ പറഞ്ഞ തെഹൽക്കയുടെ കാര്യങ്ങളടക്കം ഇത് നിഷേധിക്കേണ്ടത് ആരാ? സതീഷാണ് നിഷേധിക്കേണ്ടത്. അങ്ങനെ നിഷേധിക്കേണ്ടത് ആദ്യം പറഞ്ഞ കമ്മീഷനെടുത്ത് പോയി നിഷേധിക്കണം. ഇപ്പോൾ പാർട്ടി ഇല്ലാത്തതുണ്ടെങ്കിൽ നിഷേധിക്കാൻ വയ്യെങ്കിൽ പിന്നെ സ്വന്തം നിലയ്ക്ക് സ്വമേധയാ നിഷേധിക്കണം. അതാണ് ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാതെ ഇവിടെ വന്നിരുന്നിട്ട് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കണ്ണടച്ചിരുട്ടാക്കേണ്ടതില്ല എന്നാണ് ഇടത് നിരീക്ഷകൻ എം ജയചന്ദ്രൻ പറയുന്നത്.